ഷാർജയിൽ മലയാളി യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ സതീഷിനെയാണ് ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷ് അതുല്യയെ നിരന്തരം മർദ്ദിച്ചിരുന്നതായി കുടുംബം പരാതി നൽകി. സതീഷ് അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഞെട്ടിക്കുന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് അവിടെ നിന്നും പുറത്തു വന്നത്. ബിപിൻജിയുടെ കുഞ്ഞിന്റെ മരണം, അതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് സമാനമായ രീതിയിൽ മറ്റൊരു മരണ വാർത്ത കൂടി ഷാർജയിൽ നിന്നും ഉണ്ടാവുന്നത്. ഇവിടെ ചവറ സ്വദേശിയായ അതുല്യാണ് മരിച്ചത്. അതിനെ തുടർന്ന് ഇപ്പോൾ പിന്നാലെ ഈ കുടുംബത്തിന്റെ പരാതിയുമൊക്കെ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. മുൻപും ഇതേ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ അതുല്യയ്ക്ക് ഭർത്താവ് സതീഷിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, ഒപ്പം തന്നെ സന്ദേശങ്ങൾ സഹിതം ഇപ്പോൾ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും എല്ലാം പുറത്തുവിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഷാർജയിൽ എത്ര നാളായി ഇവർ താമസിക്കുന്നുണ്ട്? മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഭജികയുടെ മരണവാർത്തയുടെ ഞെട്ടിൽ നിന്ന് പ്രവാസി മലയാളികൾ ഇതുവരെ മുക്തരായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് തീരുന്നതിന് മുൻപാണ് ഇപ്പോൾ ഷാർജയിൽ നിന്ന് തന്നെ സമാനമായ രീതിയിലുള്ള ഒരു മരണവാർത്ത കൂടി വരുന്നത്. കൊല്ലം സ്വദേശിയായ അതുല്യ സതീഷിന്റെ മരണവാർത്ത. നമുക്ക് അറിയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭർത്താവ് സതീഷ് സ്ഥിര മദ്യപാനിയാണ്. സ്ഥിരമായി അതുല്യ സതീഷിനെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ ഒരു മരണം സംഭവിക്കുന്ന അന്നും ഈ സമാനമായ രീതിയിൽ തന്നെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് അതുല്യ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുശേഷം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വന്ന ശേഷം അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് അറിയിച്ചത്. ഭർത്താവ് തന്നെയാണ് ഷാർജ പോലീസിനെ ഈ വിവരം അറിയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇപ്പോൾ ഷാർജയിലുള്ള മോർച്ചറിയിലാണ് അതുല്യയുടെ മൃതദേഹമുള്ളത്. ഈ ഒരു വിവരത്തിൽ ശക്തമായ ഗാർഹിക പീഡനം സംബന്ധിച്ച് ശക്തമായ നിയമമുള്ള നിയമ സംവിധാനമുള്ള രാജ്യമാണ് UAE, പ്രത്യേകിച്ച് ഷാർജ. എന്നാൽ ഈ ഒരു വിഷയം കൃത്യമായി അധികാരികളുടെ ഭാഗത്തേക്ക് എത്തിക്കാൻ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് സാധിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിൽ നിരന്തരമായി ഈ ഒരു വിഷയങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പറയാനുള്ളത്. ഇത് കൃത്യമായി അധികാരികളെ അറിയിക്കുകയായിരുന്നുവെങ്കിൽ നിയമത്തിന്റെ സഹായവും പരിരക്ഷയും ഇവിടെയുള്ള ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ, ഇത് അറിയിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാൽ അതൊന്നും ആ രീതിയിലേക്കൊന്നും പോകാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ കുടുംബത്തെ അടക്കം അറിയിച്ചിരുന്നു. നിരന്തരം ഈ ഒരു പീഡനമുണ്ട് എന്ന് അറിയിച്ചിരുന്നു. ഇത് കഴിഞ്ഞ ദിവസവും ഷാർജ പോലീസിൽ പരാതി നൽകാനായി ചെന്നിരുന്നു. പിന്നീട് സമവായത്തിലെത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് കൃത്യമായി പോലീസിലേക്ക് ഒരു കേസെടുക്കുന്ന സാഹചര്യത്തിലോ അന്വേഷണത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിലോ കുടുംബമോ ഈ ഒരു അതുല്യോ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ ഷാർജ പോലീസിൽ അന്വേഷണം നടത്തുമെന്ന്, ഇവിടെയുള്ള അതുല്യയുടെ ഷാർജ പോലീസിലേക്ക് പരാതിയുമായി ചെല്ലുമെന്ന്, തുടരന്വേഷണം ഉണ്ടാകണമെന്ന് അറിയിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അതുല്യയുടെ സഹോദരി ഉൾപ്പെടെ അറിയിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഏത് രീതിയിലേക്ക് മാറുമെന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ബന്ധുക്കൾ സംശയം ഉന്നയിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം കൂടുതൽ അന്വേഷണത്തിന് വിധേയമാകേണ്ടതുണ്ട്. ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ ഈ ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ളതെന്നാണ് നമുക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നെന്തായാലും ഈ അതുല്യ ഒരു ജോലിക്ക് കയറേണ്ടതായിരുന്നു. ഈ ജോലിക്ക് കയറേണ്ട സ്ഥാപനത്തിലേക്ക് എത്താത്തത് കൊണ്ട് സ്ഥാപന ഉടമയടക്കം സ്ഥാപനത്തിന്റെ അധികാരികളടക്കം ഈ ഒരു വിഷയത്തിൽ ഭർത്താവിനെ ബന്ധപ്പെട്ടിരുന്നു. ഭർത്താവ് ഒഴുക്കൻ മട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞത് കേട്ടത് ഷോക്കായി എന്ന് കുറച്ചു മുൻപ് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ പീഡനമാണ് ഈ ഒരു പെൺകുട്ടിക്ക് നേരിട്ടതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷ്വലുകൾ അടക്കം അതാണ് കൃത്യമായി മനസ്സിലാക്കി തരുന്നതും. ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ഷാർജ മോർച്ചറിയിലാണ് ഈ അതുല്യയുടെ മൃതദേഹമുള്ളത്. വരുന്ന ദിവസങ്ങളിൽ നടപടിക്രമങ്ങളിലേക്ക് അടക്കം ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കുടുംബത്തിന്റെ സംശയം അടക്കം ദൂരീകരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കെല്ലാം വരും ദിവസങ്ങളിൽ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.